രാജ്യത്തെ പോരാട്ട നാടകവേദിയിലെ രക്തനക്ഷത്രമാണ് സഫ്ദർ ഹാഷ്മി. ഫാസിസത്തിനും മുതലാളിത്ത ചൂഷണത്തിനുമെതിരെ തെരുവുകളെ നാടകവേദിയാക്കിയ സഫ്ദർ ഹാഷ്മിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 36 വർഷമാകുന്നു. ഓരോ പുതുവർഷവും കടന്നുവരുന്നത് സഫ്ദറിന്റെ ഓർമ്മയുമായാണ്. പോരാട്ടം നാടകവും നാടകം പോരാട്ടവുമാക്കിയ കലാകാരനായിരുന്നു സഫ്ദർ ഹാഷ്മി. ഇന്ത്യൻ തെരുവുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടകകാരൻ. ഇന്ന് രാജ്യതലസ്ഥാനം ആസാദി എന്നും ഇൻകുലാബെന്നും കേൾക്കുന്നത് പോലെ 80കളിൽ കേട്ട നാടകമുദ്രാവാക്യമായിരുന്നു സഫ്ദർ ഹാഷ്മിയുടെ ഹല്ലാ ബോൽ. ഫാസിസത്തിനെതിരെയും മുതലാളിത്ത ചൂഷണങ്ങൾക്കെതിരെയും രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരിനെതിരെയും സന്ധിയില്ലാതെ ശബ്ദമുയർത്തുന്നവയായിരുന്നു ഹാഷ്മിയുടെ നാടകങ്ങൾ. എവിടെ അനീതിയുണ്ടോ അവിടെ സഫ്ദർ തന്റെ നാടകവുമായി പ്രത്യക്ഷപ്പെട്ടു. അലിഗഡിലെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച സഫ്ദർ ഹാഷ്മി ദില്ലി സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ പഠനകാലത്താണ് SFIയിലും ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനിലും സജീവമായത്. പഠനാനന്തരം PTIയിലും എക്കണോമിക് ടൈംസിലും പത്രപ്രവർത്തകനായി. പിന്നീട് ഡൽഹി സർവകലാശാലയിലും കശ്മീർ സർവകലാശാലയിലും അധ്യാപകനായും സേവനമനുഷ്ഠിച്ചെങ്കിലും സഫ്ദറിനെ അതിനേക്കാളെല്ലാം ആകർഷിച്ചത് തെരുവുനാടക അരങ്ങുകളായിരുന്നു. ഇന്ത്യയിലാകെ തെരുവുനാടക പ്രവർത്തകർക്ക് ആവേശമായിരുന്നു സഫ്ദറിന്റെ ജനനാട്യമഞ്ച്. സ്ത്രീകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സഫ്ദർ സംവിധാനം ചെയ്ത നാടകം ഔറത്ത് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി മാലശ്രീ ഹാഷ്മിയിലൂടെ ഇന്ത്യൻ തെരുവുകൾ ഏറ്റെടുത്തു. നാടകത്തിന് പുറമെ ദൂരദർശൻ ടെലിവിഷൻ സീരിയലുകളിലും ഡോക്യുമെന്ററികളിലും വരെ സഫ്ദർ കൈവച്ചെങ്കിലും നിറഞ്ഞു നിന്നത് എപ്പോഴും നാടക തെരുവുകളിലായിരുന്നു. 1989 പുതുവത്സര ദിനത്തിൽ സാഹിബാബാദിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ജണ്ടാപൂരിൽ തെരുവ് നാടകം കളിച്ചുകൊണ്ടിരിക്കെ സഫ്ദറിന്റെയും സംഘത്തിന്റെയും നേർക്ക് കോൺഗ്രസ് നേതാവായ മുകേഷ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ മാരകായുധങ്ങളുമായി ചാടി വീണത്. സഫ്ദർ ഒരു രക്തനാടകമായി അവിടെ അവസാനിച്ചെങ്കിലും അദ്ദേഹം പിടഞ്ഞു വീണ ജണ്ടാപൂരിലെ അതേ തെരുവിൽ പിറ്റേ ദിവസം അത്യപൂർവ കാഴ്ച അരങ്ങേറി. സഫ്ദർ അപൂർണമാക്കിയ നാടകം കണ്ണീരടക്കിപ്പിടിച്ച് ജീവിത സഖാവ് മാലശ്രീയും സഖാക്കളും പൂർത്തിയാക്കി. CPIM നേതാക്കളായ BT രണദിവയും ഹർകിഷൻ സിംഗ് സുർജിത്തും സൈഫുദ്ദീൻ ചൗധരിയും ജോഗീന്ദർ ശർമ്മയും ചേർന്ന് സഫ്ദറിന്റെ ശവമഞ്ചം ചുമലിലേറ്റിയപ്പോൾ അതും 10,000 അനുഗമിച്ച ഒരു സമരനാടകമായി മാറി. ഇന്ത്യയിലെ ജനകീയ നാടക അരങ്ങിന്റെ ആവേശം തന്നെയാണ് ഇപ്പോഴും സഫ്ദർ ഹാഷ്മി. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.